നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. നമസ്കാരം. ഈ നമസ്കാരം. കൊല്ല സമ്മേളനം തുടങ്ങുന്ന സമയത്ത് മുതിർന്ന നേതാവ് പി.കെ. ഗുരുദാസൻ പറഞ്ഞത് പ്രായപരിധിയിൽ പിണറായിക്ക് അങ്ങനെ ഇളവ് കൊടുക്കണ്ട, ഇവിടെ രാജേഷും ബാലഗോപാലും രാജീവും ഒക്കെ മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യരായിട്ടുള്ളവരായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെ നോക്കിക്കാണും? ഇത് പുള്ളിയുടെ ഒരു അഭിപ്രായം ഒരു പറഞ്ഞതായിരിക്കും. മാതൃഭൂമിയിലെങ്ങാണ്ട് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ ഗുരുദാസൻ അങ്ങനെ പറയുമ്പം ഗുരുദാസൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇവിടെ വന്നിട്ടില്ല. ഗുരുദാസൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജീവിച്ചു, കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മരിക്കുന്ന വളരെ നല്ലൊരു നേതാവാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം നമുക്ക് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ട് 5 പൈസ വീട്ടിലില്ലാത്തതും, കാരണം കുഞ്ഞുങ്ങളുടെ അവരുടെ മക്കളൊക്കെ നമ്മൾ മാതൃകയാക്കണ്ട. കാരണം ഇദ്ദേഹം വലിയ നേതാവായിരുന്നല്ലോ കൊല്ലത്തെ, CH-ന്റെ വലിയ നേതാവ്. അതിനുശേഷം അദ്ദേഹം പല കാലം MLA ആയിട്ടിരുന്നിട്ട് കൊല്ലത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷനിലായി മുകേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ജയിക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിന് പെൺമക്കളാണ്, എനിക്ക് തോന്നുന്നു പെൺമക്കളാണ്. കോളേജിൽ വരുന്ന സമയത്ത് ഗുരുദാസന്റെ മക്കളാണെന്ന് ആർക്കറിയത്തില്ല. ഒരു 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 ഗ്രാമിന്റെ ഒക്കെ ഒരു മാലയും കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് സാധാരണക്കാരനാണ്. അതിനുള്ള മാർഗ്ഗമേ ഉള്ളൂ. കാരണം പുള്ളിക്ക് സമ്പത്തില്ല. അപ്പം ഇത് വേറെ പുള്ളിയുടെ MLA അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൊണ്ട് അവർക്കൊന്നും നേട്ടമില്ല. അത് MM മണിയുടെ കാര്യം അങ്ങനെ. അപ്പം അദ്ദേഹത്തിന്റെ അടുത്തൊരു അഭിപ്രായം ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മാറി നിന്ന്, 75 വയസ്സിന് ശേഷം അദ്ദേഹം മാറി നിന്നു. മാത്രമല്ല പ്രായം അദ്ദേഹത്തെ ഇനി ഒരു ജനപ്രതിയായിട്ടും നേതാവായിട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടി ശാരീരികമായിട്ട് അനുവദിക്കുന്നില്ല. അതേ രീതിയിൽ പ്രായത്തിനകത്ത് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഇപ്പൊ ചോദിച്ചപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ പിണറായി വിജയനെ നേതൃത്വം കൊടുത്തില്ലേലും കുഴപ്പമില്ല, പ്രാപ്തരായിട്ടുള്ള നേതാക്കന്മാർ ഒരുപക്ഷെ ബാലഗോപാലും രാജീവും രാജേഷും ഒക്കെ ഉണ്ട്. ആ ഒരു ഇളവിന്റെ ആവശ്യം ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾക്ക് വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിന്റെ ഇളവും 2 പ്രാവശ്യം മത്സരിച്ചാൽ മതിയെന്നുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ അതിനകത്ത് പോസിറ്റീവായിട്ട് കാണുമ്പോൾ നെഗറ്റീവായിട്ടും കാണേണ്ടി വരും. കാരണം 2 പ്രാവശ്യം കൂടുതൽ മത്സരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ വീണ്ടും EP ജയരാജനെ മന്ത്രിയാക്കേണ്ടി വരും, വീണ്ടും നമ്മുടെ തോമസ് ഐസക്കിനെ മന്ത്രിയാക്കേണ്ടി വരുമായിരുന്നു, വീണ്ടും G സുധാകരനെ മന്ത്രിയാക്കേണ്ടി വരുമായിരുന്നു, വീണ്ടും ഷൈല ടീച്ചറിനെ മന്ത്രിയാക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ചിലരെയൊക്കെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി എടുത്ത തീരുമാനമാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടത്. അത് ഈ പ്രാവശ്യം നമുക്ക് മനസ്സിലാവും. ഈ പ്രാവശ്യം 2 വട്ടം മത്സരിച്ചവർ മാറി നിൽക്കാൻ വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പിണറായി വിജയൻ മാറിക്കണ്ടേ? പ്രായത്തിന്റെ വിഷയം വരുമ്പോൾ പിണറായി വിജയൻ മാറിയിരിക്കണ്ടേ? അപ്പോൾ അതിനകത്ത് സമ്മേളനത്തിന് കയറുന്നതിന് മുമ്പേ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതുപോലെ ഒരു എക്സ്ക്യൂസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന നേതാവായിട്ട് പിണറായി മാറുന്നു. ആ എക്സ്ക്യൂസ് കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രവാഹം വീണ്ടും തെളിയിച്ചു കേട്ടോ. രണ്ടാമത് ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തില് ഒരു പാർട്ടി തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്നു. അപ്പം ആ ഒരു കാര്യമുണ്ട്. അത് ഇതേ പ്രായത്തിന്റെ വിഷയം വെച്ചിട്ട് നേരത്തെ ലക്ഷ്മി ചോദിച്ചതുപോലെ ആ ആനുകൂല്യം കൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്കകത്തുനിന്ന് CH-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇളമരം കരീമിനെ ഉൾപ്പെടെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ മരുമോനെന്ന് ഇപ്പൊ പറയുന്ന ഈ നമ്മുടെ PWD മന്ത്രിക്ക് സെക്രട്ടേറിയറ്റ് വരാൻ സാധിച്ചത്. അപ്പൊ ഇതിനകത്തൊക്കെ തിരയുന്നത് കിട്ടും. അതായത് അതാണോ ശരിയെന്ന് ചോദിച്ച് തെരഞ്ഞാൽ അതാണ് ശരി, അല്ലെങ്കിൽ അത് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് 2 ടേൺ മാത്രം മത്സരിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചതും, അല്ലെങ്കിൽ 75 വയസ്സ് വരെ പാർട്ടിക്കകത്ത് ഇന്ന നേതാക്കന്മാർ മതിയെന്ന് തീരുമാനിച്ചതും ഒക്കെ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ചിലർ തടസ്സമായിട്ട് നിന്നുള്ളവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി പാർട്ടി തീരുമാനം എന്ന പേരിൽ അവരുടെ പുറത്ത് അറച്ചേൽപ്പിച്ച് മാറ്റി നിർത്തിയതാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. അപ്പൊ നമുക്കതിനെ പോസിറ്റീവായിട്ട് കാണാം. പാർട്ടിയുടെ തീരുമാനം അങ്ങനെ ആയിരിക്കും. പക്ഷെ ആ തീരുമാനത്തിനകത്ത് ഇപ്പോഴും മാറ്റം വരുത്തുമ്പോൾ വീണ്ടും അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ യോഗ്യതയുള്ള നേതാവ് അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത് മത്സരിച്ചാൽ മാത്രമേ 2026 തുടർച്ചയായിട്ട് ഭരണത്തിൽ വരാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കായിരിക്കും ഈ സമ്മേളനം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമ്മേളനത്തിന് മുമ്പ് അതിനകത്തൊരു ചർച്ച ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കൊണ്ടൊരു ചർച്ച ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് PK ഗുരുദാസനും 2026 ജയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു CPM ഇതുവരെ ഉരുത്തിരിഞ്ഞിട്ടില്ല, ഇനി ഉരുത്തിരിച്ചെടുക്കണമെന്ന് MA ബേബിയും എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ വസ്തുത. അതായത് ഇതിനകത്ത് ഒരു പക്ഷേ വീണ്ടും പിണറായി വന്നാൽ ഭാവി അടഞ്ഞു പോയ MA ബേബിക്കും അല്ലെങ്കിൽ വേറെ ചില തൽപര കക്ഷികൾക്കും ഒക്കെ, MA ബേബിയുടെ ഒരു താല്പര്യം നിസ്സാരമായിട്ട് രാഷ്ട്രീയം അറിയാൻ ആർക്ക് നോക്കിയാലും മനസ്സിലാവും. കാരണം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അവിടെ പരിഗണിക്കുന്ന ന്യൂനപക്ഷത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ആദ്യം പരിഗണിക്കാൻ പറ്റുന്ന ആളാ പുള്ളിയാണ്. കാരണം പാർട്ടിക്കകത്ത് സീനിയോറിറ്റി വെച്ച് പരിഗണിക്കും, പോളിറ്റ് ബ്യൂറോ നടത്തിയാണല്ലോ ആദ്യം പരിഗണിക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത്
അങ്ങനെ പരിഗണിക്കേണ്ട ഒരവസ്ഥ വന്നാൽ അടുത്ത പ്രാവശ്യം ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ആദ്യം വരുന്ന പേരിലേക്ക് ഈ പറയുന്ന MA ബേബിയുടെ പേര് വരണമെന്ന് പിണറായി വിജയൻ മാറി നിൽക്കണം. മനസ്സിലായോ? അപ്പൊ അതും അദ്ദേഹത്തിന്റെ ഒരു ഉള്ളിലെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ചില വർത്തമാനങ്ങൾ പറഞ്ഞത് ഇത് ചർച്ചയായിട്ട് വരണം, സമ്മേളനത്തിൽ സജീവ ചർച്ചയായിട്ട് വന്ന് പിണറായി മാറി നിൽക്കട്ടെ എന്ന് സമ്മേളനം തീരുമാനിച്ചാൽ CPM-ന്റെ ഒരു ശൈലി വെച്ച് പിണറായി വിജയന് മാറി നിൽക്കേണ്ടി വരും. ഇപ്പം ഇന്ന് തുടങ്ങുന്ന സമ്മേളനത്തിൽ നമുക്ക് ഇതുവരെ കാണുവാൻ സാധിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് 17 കൊല്ലം തുടർച്ചയായിട്ടിരുന്ന് ഒരു മഹാ ലീഡറായിട്ട് CPM ഇപ്പോഴും അംഗീകരിക്കുന്ന ആ പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് കോടിയേരി വന്നപ്പോഴും ഇപ്പൊ കോടിയേരിക്ക് ശേഷം ഈ MV ഗോവിന്ദൻ വരുമ്പോഴും ഒക്കെ CPM ഇപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന ആളിന്റെ നോട്ടത്തിലും ശരീരഭാഷയിലും അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിനകത്ത് എന്ത് തീരുമാനം ആര് സെക്രട്ടറി ആരൊക്കെ സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ പാർട്ടി തീരുമാനം എങ്ങനെയാണ് 2026 നയിക്കണം എന്നുള്ളതിനെ പറ്റി വരെയുള്ള തീരുമാനം വളരെ കൃത്യമായിട്ട് എടുത്തു പോകുന്നതിനും അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ എടുപ്പിച്ചു പോകുന്നതിനും കഴിവുള്ള നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. ആ കഴിവും കരുത്തും എത്ര സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്നിട്ടും മാറിയിട്ടില്ല. നമ്മൾ സാധാരണ CPM-ന്റെ രീതി കാണുന്നത് CPM ഭരിക്കും. VS ഭരിച്ച കാര്യം ലക്ഷ്മിക്കരുത്. VS ഭരിച്ചു. VS-ന് സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പറ്റിയോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അതിനകത്ത് തീരുമാനം എടുത്തു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനപ്പുറം ഒന്നും CPM-നെ പോലുള്ള പാർട്ടിക്ക് നടക്കത്തില്ല. ഇപ്പം പക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനം എടുക്കണമെന്ന് പിണറായി വിജയൻ തീരുമാനിക്കും. CPI-യുടെ മന്ത്രിമാര് എന്ത് ചെയ്യണമെന്ന് പിണറായി വിജയൻ തീരുമാനിക്കും. ബാക്കിയുള്ള മന്ത്രിമാരെപ്പം സ്വതന്ത്ര അധികാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ആലോചിക്കാതെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളും ഇന്ന് പാർട്ടിക്കകത്തും മന്ത്രിസഭയ്ക്കകത്തുമില്ല. ഒരുപക്ഷെ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് തന്നെയാണ് നല്ലത്. കാരണം അതേമാതിരിയുള്ള ലീഡർഷിപ്പ് ആയാൽ മാത്രമേ വൃത്തിയായിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലാതെ സ്വന്തം താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ആളല്ലാതെ ഒരു സ്റ്റേറ്റിന്റെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ അത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള പ്രധാനം അല്ലെങ്കിൽ നേതാക്കന്മാർ തന്നെയാണ്. അതിന് വളരെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ മോദിയും അല്ലെങ്കിൽ യോഗിയും ഒക്കെ. നേതാക്കന്മാർ പവർഫുൾ ആവുന്നതിന് സ്വേച്ഛാധിപത്യം പറഞ്ഞിട്ട് ഒരു നേതാവ് പവർഫുൾ ആവുമ്പോൾ നമുക്ക് പല ഘട്ടങ്ങളിൽ പല സൈഡിൽ നോക്കുമ്പോൾ അദ്ദേഹം സ്വേച്ഛാധിപതിയാണോ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം അത്തരത്തിലാണ് ഈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. കാരണം അവരിലേക്കെല്ലാം ഒതുങ്ങുന്നത് പോലെ തോന്നും. അത് അവരുടെ ആ കാര്യശേഷി കൊണ്ടും അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യം കൊണ്ടും പ്രവർത്തന രീതികൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ ഈ സമ്മേളനവും ഈ പറയുന്ന ഗുരുദാസൻ ആഗ്രഹിക്കുന്നത് പോലെ പിണറായി വിജയനെ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാറ്റി സ്ഥാപിച്ചാൽ അതേ രീതിയിൽ ആര് നിന്നാലും മത്സരിക്കാൻ പ്രാപ്തമാകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിലില്ല. മാത്രമല്ല പിണറായി വിജയനെ മാറ്റി നിർത്തി അദ്ദേഹത്തിന് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നതല്ലാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു CPM ഇന്ന് കൊല്ലം സമ്മേളനം അല്ലെങ്കിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.